ശങ്കർ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. അരുൺ, തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല എന്ന് ഈ ആകാശ ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തു നിന്ന് എങ്ങനെ? ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായിട്ട് അറിയിക്കുന്നുണ്ട്. പക്ഷേ തീ അണയ്ക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു നടപടിയാകും. കാരണം ഈ കാർഗോയിലുള്ള വസ്തുക്കൾ ഏതൊക്കെ എന്നത് സംബന്ധിച്ച് അറിയേണ്ടതുണ്ട്. കാരണം തീ അണയ്ക്കുന്ന സമയത്ത് വീണ്ടും പൊട്ടിത്തെറി ഉണ്ടായിക്കഴിഞ്ഞാൽ തീ അണയ്ക്കൽ പ്രക്രിയയിൽ ഏർപ്പെടുന്ന സേനാ വിഭാഗത്തിന് പരിക്ക് പറ്റാം. അതുകൊണ്ട് ഈ കണ്ടെയ്നറുകളിൽ എന്തൊക്കെയാണ് എന്നതൊക്കെ അറിയേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഒരു യോജിച്ച പ്രവർത്തനമാണ് ഇതിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഷിപ്പിംഗ് മന്ത്രാലയം, അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ, ഈ കപ്പലിൻ്റെ കമ്പനി ഉടമകളായിട്ടുള്ളവരുമായിട്ടൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് സ്വീകരിക്കുന്നതെന്ന് കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. പ്രാഥമികമായിട്ട് ഈ കപ്പലിലെ ജീവനക്കാരുടെ ജീവൻ രക്ഷിക്കാനാണ് പരിഗണന നൽകുന്നത്. അതോടൊപ്പം തന്നെ രണ്ടാമതായിട്ട് കപ്പലിലെ തീയണയ്ക്കുക, മൂന്നാമതായിട്ട് ഇതുമൂലം പരിസ്ഥിതിക്കുണ്ടാകുന്ന ദോഷം ലഘൂകരിക്കുക എന്നുള്ളതാണ്. അതായത് ഈ കപ്പലിൽ വിഷവസ്തുക്കൾ ഉൾപ്പെടെയുള്ളവ ഉണ്ട് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ തന്നെ നൽകുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കടലിന് അത് വലിയ ദോഷം ഉണ്ടാക്കരുത്. ആ ദോഷം എന്തെങ്കിലും ഭീഷണി ഉണ്ടെങ്കിൽ അത് ലഘൂകരിക്കാനുള്ള ശ്രമങ്ങളും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കപ്പലിൻ്റെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇപ്പോഴും കടലിൽ കപ്പൽ ഒഴുകി നടക്കുകയാണ്, നിയന്ത്രണമില്ലാതെ ഒഴുകി നടക്കുകയാണ്. മുങ്ങിയിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. കാരണം മുങ്ങിക്കഴിഞ്ഞാൽ ഈ കണ്ടെയ്നറുകൾ മുഴുവൻ കടലിൻ്റെ അടിയിലേക്ക് പോകും. അത് പരിസ്ഥിതിക്ക് വലിയ ദോഷം ഉണ്ടാക്കും. അതായത് കപ്പലിലെ കടൽ ജീവികൾ ഉൾപ്പെടെയുള്ളവ കടലിൻ്റെ പരിസ്ഥിതിക്ക് വലിയ ദോഷമുണ്ടാക്കും. അത് വലിയ വെല്ലുവിളി തന്നെയാണ്. അതുകൊണ്ടാണ് പരിസ്ഥിതിക്കുണ്ടാകുന്ന ദോഷം ലഘൂകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ കൂടി നടത്തുമെന്ന് കോസ്റ്റ് ഗാർഡ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ 2 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ഒന്ന്, ഈ ജീവനക്കാരെ എത്രയും വേഗം രക്ഷപ്പെടുത്തുക. അതിൽ 22 പേരിൽ 4 ജീവനക്കാരുടെ കാര്യത്തിലാണ് ഇപ്പോഴും ഒരു വ്യക്തതയില്ലാത്തത്. 22 പേരിൽ 18 പേർ ലൈഫ് ബോട്ട് മുഖേന കപ്പലിന് പുറത്തേക്ക് ചാടി എന്നുള്ളതാണ് പറയുന്നത്. അതിൽ 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ കോസ്റ്റ് ഗാർഡ് കപ്പലിലേക്ക് എത്തിച്ചോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ അവർ ജീവൻ സുരക്ഷിതമാണ് എന്നതാണ് കോസ്റ്റ് ഗാർഡ് അറിയിക്കുന്നത്. പക്ഷേ 4 പേരെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു വിവരമില്ല. അവർ കപ്പലിൽ തന്നെ, ഈ തീപിടുത്തമുണ്ടായ കപ്പൽ തന്നെയാണോ അതോ കടലിൽ വീണ് പോയോ, ആ കാര്യങ്ങളിലൊക്കെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗത്തുണ്ട്. സമാന്തരമായിട്ട് തന്നെയാണ് ഈ കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ. ഏകദേശം 5ഓളം കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പൽ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിമാനങ്ങളും എത്തിയിട്ടുണ്ട്. അവയെല്ലാം കൂടെ ചേർന്ന് തീ അണയ്ക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടത്തുന്നു. അപ്പോൾ തീ അണയ്ക്കുക എന്നുള്ളത് വളരെ വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാര്യമാണ്. വെറുതെ നമുക്ക് പോയി തീ അണയ്ക്കാൻ കഴിയില്ല. കാരണം അതിനകത്തുള്ള വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ. നേരത്തെ തന്നെ പോർട്ട് ഓഫീസർ പറഞ്ഞത് സ്വയം കത്തുന്ന വസ്തുക്കൾ ഉൾപ്പെടെയുള്ളവയുണ്ട്, ജലവുമായിട്ട് പ്രതിപ്രവർത്തിച്ച് കത്തുന്ന വസ്തുക്കളുണ്ട്, വിഷവസ്തുക്കളുണ്ട്. അപ്പോൾ അവയൊക്കെ ഏത് രീതിയിൽ തീപിടുത്തത്തോട് പ്രതികരിക്കും എന്നുള്ളത് നമുക്ക്, അല്ലെങ്കിൽ തീ അണയ്ക്കാനുള്ള ശ്രമത്തോട് പ്രതികരിക്കുമെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള വിദഗ്ധ ഒരു സമീപനം ഇക്കാര്യത്തിൽ വേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയവുമായിട്ടും സംസ്ഥാന സർക്കാരുമായിട്ടും അതോടൊപ്പം തന്നെ ഈ കത്തുന്ന ഷിപ്പിൻ്റെ കമ്പനിയുമായിട്ടും സംസാരിച്ചുകൊണ്ട് ഒരു പദ്ധതി തയ്യാറാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മുന്നോട്ട് പോകും. മൂന്നാമതായിട്ടാണ് ദീർഘനാളത്തേക്കുള്ളൊരു വെല്ലുവിളി എന്ന് പറയുന്നത് പരിസ്ഥിതിക്കുണ്ടാകുന്ന നാശമാണ്, കടലിന്റെ പരിസ്ഥിതിക്കുണ്ടാകുന്ന. ശരി, അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. കേരള തീരത്ത് തീ പിടിച്ച MV വാൻഹായ് 503 എന്ന കപ്പലിന്റെ ദൃശ്യങ്ങൾ, ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടെയ്നറുകൾക്കാണ് തീ പിടിച്ചതെന്നാണ് പ്രാഥമികമായ വിവരം. നിലവിൽ കപ്പൽ മുങ്ങിയിട്ടില്ല. കൊളംബോയിൽ നിന്ന് നവശവയിലേക്കുള്ള യാത്രാമധ്യയാണ് കപ്പലിലെ ഡെക്കിൽ ആദ്യം സ്ഫോടനം ഉണ്ടായത് എന്നാണ് നേവി അറിയിക്കുന്ന വിവരങ്ങൾ. ആകെ 22 ജീവനക്കാരാണ് ഈ കണ്ടെയ്നർ കാർഗോ കപ്പലിലുണ്ടായിരുന്നത്. കപ്പലിലുണ്ടായിരുന്ന 4 ജീവനക്കാരെ കാണാതായതായും 5 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. ഈ കാണാതായ 4 പേർ ഈ പൊട്ടിത്തെറി ഉണ്ടായ സമയത്ത്, ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് തീ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ തീ അണയ്ക്കാൻ ശ്രമിച്ചോ, അതായത് ഫയർ ഫൈറ്റിങ്ങിൽ ഉൾപ്പെട്ടോ എന്നൊരു സംശയം കൂടിയുണ്ട്. ഈ 4 പേരെ കുറിച്ചാണ് ഒരു വിവരവും നിലവിൽ ഇല്ല എന്ന നേവി വൃത്തങ്ങൾ തന്നെ നൽകുന്നത്. ബാക്കി 18 പേര് രക്ഷാ ബോട്ടുകൾ ഉപയോഗിച്ചാണ് രക്ഷപ്പെട്ടത്. കപ്പലിലെ ലൈഫ് റാഫ്റ്റ് ഉപയോഗിച്ചാണ് ഇവർ രക്ഷപ്പെട്ടത്. കടലിൽ ചാടിയ ജീവനക്കാരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കപ്പലിൽ തന്നെയുള്ള രക്ഷാ ബോട്ടുകൾ ഉപയോഗിച്ചാണ് ഇവർ കടലിലേക്ക് എടുത്തു ചാടിയത്. ഈ ക്യാപ്റ്റനെ സംബന്ധിച്ച്, കപ്പലിലെ ക്യാപ്റ്റൻ അടക്കമുള്ളവർ കപ്പലിൽ തുടരുകയാണ് എന്നുള്ളൊരു സംശയമുണ്ട്. കണ്ടെയ്നറുകൾക്കാണ് തീ പിടിച്ചതെന്നാണ് സംശയം. നേരത്തെ അഴീക്കൽ പോർട്ട് ഓഫീസർ പറയുന്നത് നമ്മൾ കേട്ടതാണ്. അപകടകരമായ വസ്തുക്കൾ അത് ദ്രാവക രൂപത്തിലും ഖരരൂപത്തിലും ആ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നു. സ്വയം തീപിടിക്കാൻ വരെ സാധ്യതയുള്ള വസ്തുക്കൾ ആ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്.
കോസ്റ്റ് ഗാർഡ് ഇപ്പോൾ ഈ കപ്പലിൽ ഇപ്പോഴും തീപിടുത്തമുണ്ട്. ആ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തു നിന്ന് നടക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 22 ജീവനക്കാരാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. അതിൽ മലയാളികളില്ല, ഇന്ത്യക്കാരില്ല. ചൈന, ഇന്തോനേഷ്യ, തായ്ലൻഡ്, മ്യാൻമർ ഈ 4 രാജ്യങ്ങളിൽ നിന്നുള്ള ജീവനക്കാരാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. ഈ കപ്പൽ അപകടമുണ്ടായ സമയത്ത് 18 പേർ കപ്പലിലുണ്ടായിരുന്ന ലൈഫ് ബോട്ടുകൾ ഉപയോഗിച്ച് രക്ഷപ്പെട്ടു. രക്ഷാ റാഫ്റ്റുകൾ ഉപയോഗിച്ച് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അതിൽ 4 പേര് മിസ്സിംഗ് ആണ്. മിസ്സിംഗ് ആയ ആളുകൾ ഈ തീപിടുത്തമുണ്ടായപ്പോൾ തീ അണയ്ക്കാൻ പരിശ്രമിച്ചോ എന്നൊരു സംശയം കൂടിയുണ്ട്. ആ 4 പേരെ പറ്റിയാണ് ഇപ്പോൾ ഒരു വിവരവും ഇല്ലാത്തത്. ഇതിൽ ഈ എടുത്തു ചാടിയ ജീവനക്കാരിൽ 18 ജീവനക്കാരിൽ 5 പേർക്ക് പൊള്ളലേറ്റു എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാക്കുന്നുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റി എറണാകുളത്തെയും കോഴിക്കോടെയും ജില്ലാ കളക്ടർമാർക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പൊള്ളലേറ്റ പരിക്ക് പറ്റി ആശുപത്രികളിലേക്ക് എത്തിക്കുമ്പോൾ കൃത്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കാൻ കോഴിക്കോട്, എറണാകുളം ജില്ലാ കളക്ടർമാർക്ക് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഈ സമയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്.